ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരത്ത് തുടക്കമായി. സമ്മേളനത്തിന് മുന്നോടിയായി കൊടിമര പതാക ജാഥകൾ സമ്മേളന നഗരിയിൽ സംഗമിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. 2 ദിവസങ്ങളിലായി നീലേശ്വരത്ത് നടക്കുന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നീലേശ്വരം ജനതാകലാ സമിതിയിൽ തയ്യാറാക്കിയ നെല്ലിക്കാട്ട് മോഹനൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അധികാരത്തിൽ വന്നാൽ 5 ഗ്യാരണ്ടികൾ നമ്മൾ നടപ്പിലാക്കും. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അടക്കം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പെൻഷൻ 3000 രൂപ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കുക, വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുക തുടങ്ങിയ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ, പരിപാടികൾ നമ്മൾ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പല രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപ്പിലാക്കാറില്ല. ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TV കുഞ്ഞിരാമൻ, തോമസ് സെബാസ്റ്റ്യൻ, അബൂബക്കർ തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ മുത്തലിബ് സ്വാഗതവും ബാലകൃഷ്ണൻ ചീമേനി നന്ദിയും പറഞ്ഞു. സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക ജാഥയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ PV സുരേഷ് കുമാർ നിർവഹിച്ചു. ഒരുപക്ഷെ ഈ സമ്മേളനത്തിലേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ ഭരണമാറ്റം കേരളത്തിൽ വന്നപ്പോൾ ആ ഭരണ നേതൃത്വം ഇവിടുത്തെ തൊഴിലാളികളോടും ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടുമൊക്കെ കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന പുതിയ സമീപനത്തിന്റെയും നയത്തിന്റെയും ഒക്കെ ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. നീലേശ്വരം ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ട കൊടിമര ജാഥയുടെ ഉദ്ഘാടനം എറുവാട്ട് മോഹനനും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.